എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വയ്ക്കുക, പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു വയ്ക്കുക. ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക. ഇത് വലിയൊരു പ്രസ്ഥാനമായി കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസ്തീനിൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ സഖാവ് MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആണല്ലോ. നാഷണൽ ലെവലിൽ അദ്ദേഹം പല തീരുമാനങ്ങളും എടുക്കുന്നത് ഉചിതമാണ് എന്ന് CPM-ന് തോന്നുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഗാസയുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഫലസ്തീൻ നാട്ടിലുള്ള ജനതയ്ക്ക് എതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അത് ഏകപക്ഷീയമാണെന്നും അവിടുത്തെ ജനത കഷ്ടപ്പെടുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അതിന്റെ പ്രതിവിധിയായിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് രാത്രി 9 മണി മുതൽ 9:30 വരെ ഡിജിറ്റൽ സത്യാഗ്രഹമാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലുകളൊന്നും ഉപയോഗിക്കരുത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചാനൽ അതിനെ തിരസ്കരിച്ചു. അവർ പറഞ്ഞു ഞങ്ങള് 9 മുതൽ 9:30 വരെ പ്രക്ഷേപണം നടത്തുന്നതായിരിക്കും. പിന്നെ ഡിവൈസസ്, മൊബൈലും മറ്റ് സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരുന്നാൽ അങ്ങനെ നമുക്ക് പണി മുടക്കിക്കൊണ്ട് ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാം, അവർ നമ്മുടെ വരുതിക്ക് വരും, കമ്മ്യൂണിസത്തിലേക്ക് അവർ എത്തിച്ചേരും എന്നുള്ള ഒരു ചിന്ത. മാർക്സിസം രൂപപ്പെട്ടത് യഹൂദനിൽ നിന്നാണെന്നുള്ള ആ അറിവൊന്നും അദ്ദേഹത്തിന് ഇല്ലായ്മയൊന്നുമല്ല, അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരും അതോടൊപ്പം തന്നെ ഒരു പറ്റം മുസ്ലിം സഹോദരങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് വലിയ പരാജയമായിരിക്കും. അതോടുകൂടെ അവര് അടിയറ പറഞ്ഞ് സഖാവ് MA ബേബിയുടെ അടുക്കൽ വന്നിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുകയും അങ്ങനെ ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന്. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഇത് നേരത്തെ തന്നെ നിന്നേനെയും അവിടെ അവർ കയറി അതിക്രമമൊന്നും ചെയ്യില്ലായിരുന്നു. എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? ഇസ്രായേലിന്റെ ബന്ദികളെ തിരിച്ചു വിട്ടാൽ മതിയായിരുന്നു. അത് വിടാനായിട്ട് അവർക്ക് സാധിക്കില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത് 1, 2, 10, 100 വർഷത്തിന് ഉള്ളിലല്ല, അതിനൊക്കെ മുമ്പ് തന്നെ ആരംഭിച്ച പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടെ ഫോർവേഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് കിടക്കാം. ഈ ചരിത്രം ഞാൻ ആരംഭിക്കുന്നത് BC 1800 അഥവാ ബ്രോൺസ് യുഗത്തിൽ ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രത്യേക വിളി ലഭിച്ചു. എ സ്പെഷ്യൽ കോൾ ഫ്രം ദ ലിവിങ് ഓൾമൈറ്റി ഗോഡ് യാഹ്വേ. ആധുനിക ഇറാഖിലെ മെസപ്പൊട്ടേമിയയിലെ ഊരിലുള്ള തൻ്റെ വീട്ടിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിനോട് അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറുള്ള കനാനിലേക്ക്, അക്കാലത്ത് കനാനിയർ എന്നറിയപ്പെടുന്ന വിവിധ ഗോത്രങ്ങൾ വസിച്ചിരുന്നതും ഈജിപ്ഷ്യൻ ഫറവോന്മാർ ഭരിച്ചിരുന്നതുമായ ഒരു ഫലഭൂയിഷ്ടമായ പ്രദേശത്തേക്ക് അബ്രാം എന്ന വ്യക്തിക്ക് പുറപ്പെടേണ്ടി വന്നു, ദൈവിക വെളിപ്പാട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം സത്യദൈവമാണ് തന്നെ ആ കാര്യത്തിനായി വിളിച്ചത് എന്ന് ഉൾബോധ്യം അദ്ദേഹത്തിനുണ്ടായി. പലരുടെയും ഇടയിൽ അഥവാ 360 ദേവീദേവന്മാരുടെ ഇടയിലെ അള്ളാഹു എന്ന ഒരു ഗോത്രദേവനല്ല, മറിച്ച് എല്ലാ ദേവന്മാർക്കും മീതെ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിന് യഹോവ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ അബ്രാം വിശ്വാസത്താൽ തീരുമാനിച്ചു. അതിനാൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് ലഭിക്കുകയും അബ്രഹാം എന്ന നാമം അനുഗ്രഹത്തിൻ്റെയും ഉടമ്പടിയുടെയും ഭാഗമായിട്ട് അദ്ദേഹത്തിന് യഹോവയാം ദൈവത്തിൽ നിന്ന് ലഭിച്ചു. അബ്രാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എന്നാൽ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ ബഹുജാതികൾക്ക് പിതാവായിരിക്കുമെന്നുള്ള അർത്ഥത്തിൽ അബ്രഹാം എന്നുള്ള നാമം നൽകുകയും അങ്ങനെ BC 1400 അബ്രഹാമിൻ്റെ പിൻഗാമികളായ ആ ചെറിയ ഗോത്രം ഈജിപ്തിലേക്ക് കുടിയേറുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അവിടെ അവർ കഠിനമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും BC 1250 നടന്ന പുറപ്പാട് എന്നറിയപ്പെടുന്ന ഒരു അത്ഭുതകരമായ സംഭവത്തിലൂടെ കനാനിയരുടെ ദേശത്തേക്ക് അവരെല്ലാവരും കൂടെ എത്തപ്പെട്ടു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അവിടെ അവർ സ്ഥിരതാമസമാക്കുവാൻ ഇടയായിത്തീർന്നു. BC 1100 ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ജനങ്ങൾ ആദ്യമായി ശൗൽ എന്ന രാജാവിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ദാവീദാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വികസിപ്പിച്ചത്. പുരാതന ജബൂസൈറ്റ് അഥവാ യബൂസ്യർ അവരുടെ കോട്ടയായിരുന്ന ജെറുസലേം അദ്ദേഹം പിടിച്ചടക്കി അതിനെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ സോളമൻ ആ നഗരത്തിൽ ഒരു ദേവാലയം പണിതു. ഇസ്രായേലിയുടെ ദൈവമായ യഹോവയ്ക്ക് യാഗാർപ്പണങ്ങൾ നടത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും അവർ ഒരുമിച്ച് കൂടുവാൻ തൊക്കെയാണ് അത് കാരണമായി തീർന്നു. രാഷ്ട്രത്തിനുള്ളിൽ ആഭ്യന്തര കലഹത്തിന്റെ ഫലമായിട്ട് 2 രാജ്യങ്ങളായിട്ട് ആ രാജ്യം വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യമായ ഇസ്രായേൽ, തെക്കൻ രാജ്യമായ യഹൂദ. BC 722
2 വടക്കൻ രാജ്യമായ ഇസ്രായേലിനെ അസ്രീയൻ അഥവാ അസൂർ അവര് വലിയ ലോക സാമ്രാജ്യത്വമായിരുന്നെന്ന് ആ സാമ്രാജ്യത്വം വന്ന് കീഴടക്കുകയും BC 587 യഹൂദ അഥവാ തെക്കൻ രാജ്യം ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസറിന്റെ കൈകളിൽ എത്തുകയും ചെയ്തു. അദ്ദേഹം സോളമന്റെ ദേവാലയം നശിപ്പിച്ചു. ഇസ്രായേലിയരിൽ ഭൂരിഭാഗവും നാട് കടത്തപ്പെട്ടു. ചിലർ സിറിയയിലേക്ക് ചിതറിപ്പോയി. പലരെയും പ്രബലമായ ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. BC 538 പേർഷ്യക്കാർ ഈ പ്രദേശത്തെ പ്രബലമായ സാമ്രാജ്യമാക്കുകയും പേർഷ്യൻ രാജാവായ സൈറസ് പ്രവാസികളുടെ പിൻഗാമികൾക്ക് അവരുടെ പൂർവിക ദേശത്തേക്ക് മടങ്ങാൻ അനുമതി നൽകുകയും ചെയ്തു. BC 520 ദേവാലയം പുനർനിർമ്മിച്ചു. BC 445 വളരെയധികം എതിർപ്പുകൾക്കിടയിലും നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തി ജെറുസലേമിന്റെ മതിലുകൾ പുനർനിർമ്മിച്ചു. BC 333 മഹാനായ അലക്സാണ്ടർ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കീഴടക്കുകയും 323 അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് 2 സാമ്രാജ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അതിലൊന്ന് ഡോളോമൈക്ക് എന്ന് പറയുന്ന ഒന്നാണ്, മറ്റൊന്ന് സെലൂസിഡ് എന്ന് പറയുന്ന മറ്റൊരു സാമ്രാജ്യമാണ്. ഒരു തീവ്ര ജൂത വിഭാഗമായ മക്കാബീസ് സെലൂസിഡുകൾക്കെതിരെ കലാപം നടത്തി. പ്രവാസത്തിന് ശേഷം ആദ്യമായി ഒരു ജൂത രാജ്യം രൂപീകരിക്കുന്നത് വരെ ഈ സാമ്രാജ്യങ്ങൾ മാറി മാറി ലോകം ഭരിക്കുവാനിടയായി. BC 142 മുതൽ വികസിച്ചുകൊണ്ടിരുന്ന റോമൻ ചക്രവർത്തിയുടെ അധീനതയിലാകുന്നത് വരെയും BC 63 പോംബി ജെറുസലേം കീഴടക്കുന്നവരെയും നീണ്ടുനിന്ന ആസ്മോണിയൻ രാജ്യമായിരുന്നു ഇത്. ഇത്രയും ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. BC 37 ജൂത ഇദുമ്യൻ വംശജനായ മഹാനായ ഹെരോദാവ് റോമാക്കാരുടെ അനുമതിയോടെ യഹൂദയുടെ രാജാവായി. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ജെറുസലേമിൽ ഒരു പുതിയ മഹത്തായ ദേവാലയം ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ കെട്ടിടങ്ങൾ അദ്ദേഹം നിർമ്മിക്കുവാനിടയായിത്തീർന്നു. BC 3 നസ്രയത്തിലെ ഒരു ഭവനത്തിൽ യേശു കർത്താവ് ജനിക്കുവാനിടയായിത്തീർന്നു. യേശു ഗലീലയിൽ ജീവിക്കുകയും പഠിപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ഒടുവിൽ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ റോമാക്കാർ യേശുവിനെ ക്രൂശിച്ചു എന്നുള്ള ആ ചരിത്രം നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ ഇഞ്ചീലിൽ വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാവുന്നതാണ്. യേശു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേൽക്കുകയും തൻ്റെ ശിഷ്യരടക്കം നിരവധി ആളുകൾക്ക് പ്രത്യക്ഷപ്പെടുകയും താൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. ഈ സമയത്ത് യഹൂദ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ആ ദേശങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ തുടരുകയായിരുന്നു. AD 60കളിൽ ജൂത വിമതർ റോമൻ ഭരണത്തിനെതിരെ കലാപം നടത്തി. റോമാക്കാർ ആ കലാപത്തെ തകർത്തു. ഹെരോദാവിൻ്റെ കാലത്തെ യഹൂദ ദേവാലയം നശിപ്പിച്ചു. അന്നു മുതൽ ആ സ്ഥലത്ത് ഒരു ജൂതന്മാരുടെ ദേവാലയം ഉണ്ടായിട്ടില്ല. AD 70 ശേഷം അവിടെ ആ ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ചരിത്രമൊക്കെ മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ചില നാളുകൾക്ക് ശേഷം ജൂതന്മാർ റോമാക്കാർക്കെതിരെ കലാപം നടത്തി. ബാർ കോഗ്ബയുടെ കീഴിൽ 2ാം ജൂത കലാപം എന്നറിയപ്പെടുന്ന ഒരു കലാപം വീണ്ടും കലാപം അടിച്ചമർത്തപ്പെട്ടു. ഇത്തവണ കൂടുതൽ കഠിനമായി. ജെറുസലേമിൻ്റെ ഭൂരിഭാഗവും ചക്രവർത്തി ഹാർഡിയൻ നശിപ്പിച്ചു. തുടർച്ചയായ കലാപങ്ങൾ അവസാനിപ്പിക്കാൻ ജൂത സാന്നിധ്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഏലിയ കാപ്പിറ്റോലിന എന്ന പേരിൽ പൂർണ്ണമായും പുതിയൊരു റോമൻ നഗരമായി അദ്ദേഹം അതിനെ പുനർനിർമ്മിച്ചു. കൂടാതെ ദാവീദ് രാജാവിൻ്റെ കാലത്തിന് മുമ്പ് നാട്ടിലെത്തിയ ഒരു കടൽ യാത്രിക ഗോത്രമായ ഫിലിസ്തീനയുടെ പേരിൽ ദേശത്തിന് പലസ്തീന എന്ന് പേര് നൽകി. AD 312 ഒരു ആഭ്യന്തര രാഷ്ട്രീയ സൈനിക പോരാട്ടത്തിന് ശേഷം കോൺസ്റ്റന്റൈൻ ആദ്യത്തെ ക്രിസ്ത്യൻ ചക്രവർത്തിയായി. റോമിനെതിരെ മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുതിയ തലസ്ഥാനമായ ബൈസന്റിയം നഗരത്തിൻ്റെ പേരിലാണ് ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. AD 326 ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും പുനരുദ്ധാനവും നടന്ന സ്ഥലത്തും ബെത്ലഹേമിലെ നേറ്റിവിറ്റി ചർച്ചിലും ജെറുസലേമിലെ ഹോളി സ്പെഷ്യൽ പള്ളി ഉൾപ്പെടെ രാജ്യത്തെ ക്രിസ്ത്യൻ പള്ളികൾ നിർമ്മിക്കാൻ കോൺസ്റ്റന്റൈൻ തൻ്റെ മാതാവിനെ അധികാരപ്പെടുത്തി. ഇസ്ലാമിൻ്റെ ഉദയത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 7ാം നൂറ്റാണ്ടിൽ ജെറുസലേമിലെ ക്രിസ്ത്യൻ ബൈസാന്റൈൻ ഭരണം അവസാനിപ്പിച്ചു. മുഹമ്മദ് നബി AD 570 മുതൽ 632 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചത് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹം AD 632 സ്വന്തം ഭാര്യമാരാൽ
വിഷം കൊടുക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നൊക്കെ ചില ഷിയാക്കൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മതം പ്രചരിപ്പിച്ച പുതിയ വിശ്വാസം അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് വടക്കോട്ട് വ്യാപിപ്പിക്കാൻ ദൃഢനിശ്ചയമുള്ള സൈന്യങ്ങളെ പ്രേരിപ്പിച്ചു. രണ്ടാമത്തെ ഖലീഫയായ ഒമർ ജെറുസലേമിനെ കീഴടക്കി. അങ്ങനെ ജെറുസലേം ആദ്യമായി അറബ് മുസ്ലിം ഭരണത്തിന് കീഴിലായി. അറബ് വംശജരായ ആളുകൾ വളരെ കാലം മുമ്പ് ഈ നാട്ടിൽ വന്നിരുന്നുവെന്നും പുതിയ നിയമത്തിലുള്ള അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. AD 70 റോമൻ സാമ്രാജ്യം ജെറുസലേം ദേവാലയം നശിപ്പിച്ചതിന് ശേഷം ബൈസന്റൈൻ കാലഘട്ടത്തിൽ അത് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്നു. AD 690 ഒരു മുസ്ലിം ഭരണാധികാരിയായ അബ്ദുൾ മാലിക് മുഹമ്മദിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ഓർമ്മപ്പെടുത്തലിനായി, അതൊരു രാത്രിയാത്രയാണ്, നിങ്ങൾ കേട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. ആ സ്ഥലത്ത് ഡോം ഓഫ് ദി റോക്ക് നിർമ്മിക്കുവാനിടയായി. തുടർന്ന് അതേ സ്ഥലത്ത് തന്നെ അടുത്തുള്ള അൽ അക്സ പള്ളിയും പണിതു. ജെറുസലേം മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായിട്ട് പിന്നീട് മാറി. 11-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിലുള്ള സംഘർഷങ്ങൾ ഖലീഫ ഹക്കീമിനെ ഹോളി സ്പെൽച്ചർ പള്ളിയുടെ ഭൂരിഭാഗവും തകർക്കാനായിട്ട് പ്രേരിപ്പിച്ചു. താമസിയാതെ അത് പുനർനിർമ്മിക്കുകയും ചെയ്തു. 1099 പാശ്ചാത്യ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തങ്ങളുടെ പുണ്യസ്ഥലങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് കേട്ടതും ക്രൈസ്തവ ലോകത്തിനായി വിശുദ്ധ ഭൂമി തിരിച്ചുപിടിക്കുക എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും 1-ാം കുരിശുയുദ്ധത്തിൻ്റെ ഭാഗമായി ജെറുസലേമിലെത്തി. 2-ാം കുരിശുയുദ്ധം കുറച്ച് കഴിഞ്ഞപ്പോൾ നടന്നു. പക്ഷേ 1187 ഗലീലയിലെ ഹാറ്റിൻ യുദ്ധത്തിൽ കുരിശുദ്ധക്കാരുടെ സൈന്യത്തെ മുസ്ലിം നേതാവായ സലാദീൻ പരാജയപ്പെടുത്തി. 3-ാമത്തെ കുരിശുയുദ്ധത്തിൽ അവരുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. അവസാന കുരിശുയുദ്ധക്കാരെ 1291 യൂറോപ്പിലേക്ക് നാടുകടത്തി. 13-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഈ ദേശം ഭരിച്ചത് മുൻ അടിമകളായ ഈജിപ്ഷ്യൻ സൈനിക വിഭാഗമായ മംലൂക്കുകളാണ്. അതേസമയം 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കോൺസ്റ്റന്റിനോപ്പിൾ ഓട്ടോമന്മാരുടെയും തുർക്കികളുടെയും കൈകളിലേക്ക് വീണതോടെ ബൈസാന്റൈൻ സാമ്രാജ്യം അവസാനിച്ചു. 1517 മുതൽ 1917 വരെ 400 വർഷക്കാലം പലസ്തീൻ ഭരിച്ച ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്. 16-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ ചക്രവർത്തിയായ സുലൈമാൻ ദി മാഗ്നിഫിഷ്യൻ്റ് ഇന്നും നിലനിൽക്കുന്ന ജെറുസലേമിൻ്റെ പ്രശസ്തമായ മതിലുകൾ നിർമ്മിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ നീണ്ട കാലയളവിൽ ദേശത്തെ നിവാസികളിൽ ഭൂരിഭാഗവും അറബികളും ആദ്യകാല കുടിയേറ്റക്കാരുടെ പിൻഗാമികളും അറബ് അധിനിവേശത്തിൻ്റെ അവശിഷ്ടങ്ങളുമായിരുന്നു. അവർ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മിശ്രിതമായിട്ടാണ് അവിടെ താമസിച്ചു വന്നത്. അതേസമയം നാട്ടിൽ താമസിച്ചിരുന്നവരിൽ നിരവധി ജൂതന്മാരും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരുപാട് സംഘർഷങ്ങൾ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികളെയും യൂതികളെയും നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് നബി വളരെ കൃത്യമായിട്ട് ഖുറാനിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിന് ഒരിക്കലും യൂതികളെയും ക്രിസ്ത്യാനികളെയും അവരുടെ മിത്രങ്ങളായി സ്വീകരിക്കാൻ കഴിയാതെ വരികയും അവർ തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ അത് സംഘർഷം പരിഹരിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു തുടങ്ങി. 1978 അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിൻ്റെ മധ്യസ്ഥതയിൽ ഈജിപ്റ്റ് പ്രസിഡന്റ് അൻവർ സദാത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി മനേഷേം ബെഗിനും ക്യാമ്പ് ഡേവിഡ് കരാറുകളിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം സ്ഥാപിച്ചു. തീവ്രവാദികളായ മുസ്ലിങ്ങൾ ഇതിനെ വഞ്ചനയായി കാണുകയും 1981 ഈജിപ്ഷ്യൻ ഇസ്ലാമിക് ജിഹാദ് സാദാത്തിനെ വധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും 1982 വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേൽ സീനായിൽ നിന്ന് പിൻവാങ്ങി. ഈജിപ്തുമായിട്ട് സമാധാനം സ്ഥാപിച്ചെങ്കിലും മറ്റ് അധിനിവേശ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ തുല്യമായ ഒരു ഐക്യബോധം ഇതുകൊണ്ട് ഉണ്ടാകുവാനിടയായില്ല. 1960കളിലും 1970കളിലും പലസ്തീൻ ഗ്രൂപ്പുകൾ ഇസ്രായേലിലും വിദേശത്തുമുള്ള ഇസ്രായേലി ജനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേലി അത്ലറ്റുകൾക്കെതിരായ കുപ്രസിദ്ധമായ ആക്രമണം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇസ്ലാമിക ജിഹാദിസ്റ്റുകൾ ചെയ്യുവാനിടയായിത്തീർന്നു. എന്നാൽ 70കളുടെ അവസാനത്തോടെ ഇവ മിക്കവാറും അവസാനിച്ചു. 1987 മുതൽ 1993 വരെ ആദ്യത്തെ ഇന്തിഫാദ എന്നറിയപ്പെടുന്ന പോരാട്ടം തുടങ്ങി. തങ്ങളുടെ ഭൂമി ഇസ്രായേൽ അധിനിവേശമായി കണ്ടതിനെതിരെ പലസ്തീൻ മേഖലയിൽ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു. തൽഫലമായിട്ട് ഇസ്രായേലി പലസ്തീൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള രഹസ്യ ചർച്ചകൾ 1993
ഇസ്ഹാക്ക് റാബിനും യാസർ അറാഫത്തും ഒപ്പിട്ടു. ഓക്സ്ലോ കരാറുകളിലേക്ക് അത് നയിക്കുവാനിടയായി. അതിൽ അറാഫത്തിൻ്റെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കുവാൻ ഇടയായിത്തീർന്നു. ഇസ്രായേലിൻ്റെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഭൂമി പലസ്തീൻ അതോറിറ്റിയുടെ പരിമിതമായ നിയന്ത്രണത്തിന് അവരെ ഇസ്രായേൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇപ്പോഴും ഇസ്രായേലി സ്വാധീനത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ചില ഘടകങ്ങൾ അതിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. 1981 അറബ് പക്ഷത്തിൻ്റെ കീടങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടതിൻ്റെ പേരിൽ സദാത്ത് കൊല്ലപ്പെട്ടതുപോലെ 1995 ഇസ്രായേൽ ലക്ഷ്യത്തോടുള്ള വഞ്ചനയായി കണക്കാക്കപ്പെട്ടതിൻ്റെ പേരിൽ റാബിൻ ഒരു യൂത തീവ്രവാദിയാൽ വധിക്കപ്പെടുകയും ചെയ്തു. 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ വരാം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ ചരിത്രം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ളതാണ്. അതിൻ്റെ ആരംഭം കുറിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. ആ ആരംഭത്തോടുകൂടെ നമുക്കറിയാം ഇത് ഇസ്രായേൽ മക്കളുടെ അവകാശ ഭൂമിയായിരുന്നു, വാഗ്ദത്ത ഭൂമിയായിരുന്നു. ആ വാഗ്ദത്ത ഭൂമിയിലാണ് അവർ പോയി അവിടെ താമസം ഉറപ്പിച്ചത്. അതിനുശേഷം അവർ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ടി വന്നെങ്കിലും അവർക്ക് അവരുടെ വാഗ്ദത്ത നാടെന്ന് പറയുന്നത് ദൈവം അവർക്ക് കൊടുത്താണെന്നുള്ള ഉറപ്പും നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1948 മുതലല്ല. അതറിയാതെ ഇവിടെ സഖാവ് എം എ ബേബിയോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോ കിടന്ന് ചാടിയത് കൊണ്ടോ തുള്ളിയത് കൊണ്ടോ ഒരു ചുക്കും ഇസ്രായേലിന് സംഭവിക്കുകയില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടാൽ കൊള്ളാം. ഒരു സമാധാന പ്രക്രിയ എന്ന നിലയിൽ ഉദ്ദേശിച്ച എന്തായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. 2000 നടന്ന ക്യാമ്പ് ഡേവിഡ് മീറ്റിംഗ് പലസ്തീൻ ലക്ഷ്യത്തിന് കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് പരാജയപ്പെട്ടു. 2005 വരെ നീണ്ടുനിന്ന രണ്ടാമത്തെ ഇന്തിഫാദയ്ക്ക് കാരണമായി. ആദ്യത്തേതിനേക്കാൾ വളരെ അക്രമാസക്തവും മാരകവുമായിരുന്നു ഈ ഇന്തിഫാദിയ എന്ന് പറയുന്ന ആ പോരാട്ടം. ഇസ്രായേലിലെ പലസ്തീനികളുടെ ചാവേർ ബോംബാക്രമണങ്ങളും വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രായേലി പ്രതികാര നടപടികളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അറബികളിൽ നിന്നുള്ള ഇസ്രായേൽ പ്രദേശത്തേക്കുള്ള കടന്നുകയറ്റം തടയാൻ ഇസ്രായേലികൾ ഒരു സുരക്ഷാ മതിൽ പണിയാൻ നിർദ്ദേശിച്ചു. എന്നാൽ മതിൽ ഫലത്തിൽ ഒരു ഭൂമി കയ്യേറ്റമാണെന്ന് കരുതിയതായിട്ടുള്ള പലസ്തീനികൾ വിഭജന മതിലെന്ന നിലയിൽ അത് ഇതുവരെ പരമ്പരാഗതമായി വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗമായിരുന്ന ഭൂമിയിലേക്ക് അവരത് വ്യാപിപ്പിച്ചു. 2005 ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ ഗാസയിൽ നിന്ന് സൈന്യത്തെയും സെറ്റിൽമെൻറ്റുകളെയും പിൻവലിക്കാൻ തീരുമാനിച്ചു. എന്നാൽ 2007 ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസ്, ഇവിടെയാണ് ഹമാസിന്റെ പ്രവർത്തനം, ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇതുവരെ നിയന്ത്രണം വഹിച്ചിരുന്ന പലസ്തീൻ പാർട്ടിയായ ഫതഹുമായുള്ള ഒരു ചെറിയ യുദ്ധത്തിലൂടെയാണ് ഈ ഹമാസ് ഇത് അധികാരം പിടിച്ചെടുത്തതെന്ന് മറന്നു പോകരുത്. PLOയിൽ നിന്ന് ഹദഫിൽ നിന്നോ വ്യത്യസ്തമായി ഹമാസ് ഇസ്രായേലിനെ നശിപ്പിക്കുക, ഡിസ്ട്രോയ് ദ എൻറ്റയർ ഇസ്രായേൽസ് എന്ന ഉദ്ദേശത്തെ പരസ്യമാക്കിക്കൊണ്ടാണ് ഈ ഹമാസ് രൂപപ്പെട്ടതും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അപകടകാരിയായ ഒരു അയൽക്കാരായി ഇന്ന് ഗാസയും പലസ്തീനും തീർന്നിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? സഖാവിന് മനസ്സിലായോ? വെല്ലം പുരിഞ്ചതാ ഇതുവരെ അച്ഛൻ പറഞ്ഞത് ഇല്ലേ? ഒന്നുകൂടെ കേട്ടു നോക്കണം, മനസ്സിലാക്കി തരും. 2014 വർദ്ധിച്ചു വന്ന പിരിമുറുക്കത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിലേക്കുള്ള ഹമാസ് റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലി വ്യോമാക്രമണത്തിനും കര ആക്രമണത്തിനും കാരണമായി. ഈ യുദ്ധത്തിൽ ഏകദേശം 67 ഇസ്രായേലികളും ഏകദേശം 2000 പലസ്തീനികളും മരിച്ചു. 2017 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യെരുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. യെരുസലേം എല്ലായ്പ്പോഴും വിഭജിക്കപ്പെട്ട നഗരമായിരുന്നു. ഇരുപക്ഷവും തങ്ങളുടെ തലസ്ഥാന നഗരമായി അവകാശപ്പെട്ടിരുന്നതിനാൽ മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. സമീപ വർഷങ്ങളിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ചു. 2020 ബഹ്റൈൻ, UAE, മൊറോക്ക എന്നിവയുമായി അബ്രഹാമിക് കരാറുകളിൽ ഒപ്പുവെച്ചു. ഞാൻ എന്തിനാണ് ഈ അബ്രഹാമിൻ്റെ ചരിത്രം മുതൽ ഇപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഈ അബ്രഹാമിക് കരാറിലേക്ക് മറ്റ് അറബ് രാജ്യങ്ങളും കൂടെ ഇസ്രായേലുമായിട്ട് യോജിച്ച് നിൽക്കുന്നു. എന്നാൽ ഹമാസിന് അത് സാധിക്കുകയില്ല. കാരണം ഇവിടെ നമ്മുടെ സഖാക്കന്മാരാണല്ലോ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് സഖാക്കളുടെ ആലോചന കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവരതിന് ഈ ഒപ്പുവെക്കാത്തതും സമാധാനം ഉണ്ടാക്കാത്തതും. വേറൊരു കാര്യം എനിക്ക് രസാവഹമായി തോന്നുന്നു, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഇന്നലെ പറയുകയുണ്ടായി, ഹമാസും സഖാക്കളും തമ്മിൽ വളരെ സാമ്യമുണ്ട്. രണ്ടു കൂട്ടരും കളക്ഷൻസ് അല്ലെങ്കിൽ ബക്കറ്റ് ഉരുവുകാരാണ്. ഈ ആക്രമണങ്ങളെല്ലാം തന്നെ
ഹമാസ് രൂപീകരിച്ചിട്ട് ഈ വ്യക്തിയും ഇരവാദം ഉണ്ടാക്കി നിലവിളിച്ചുകൊണ്ട് തായോ തായോ ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പണം ശേഖരിക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് പൈസ ഉണ്ടാക്കി നേതാക്കന്മാർ സുഖിക്കുന്ന ഒരു സമ്പ്രദായം അത് അവിടെയുമുണ്ട്, അത് ഇവിടെയുമുണ്ട്. അതാണ് സഖാവെ നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന, നിരീക്ഷകർ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും തൊലിയുടെ ആ കട്ടി ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുകയും കൂടിയാണ്. അപ്പോൾ സൗദി അറേബ്യയുമായിട്ട് പോലും താൽക്കാലികമായ ഒരു കരാറിന് ഇപ്പോഴും സാധ്യതയുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2023 തെക്കൻ ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണങ്ങളും ഗാസയിലെ ഇസ്രായേലിൻ്റെ പ്രതികരണവും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ ദുരന്തം പരിഹരിക്കുന്നതിന് തടസ്സമാകുകയാണ്. ചരിത്രം കുഴഞ്ഞു മറിഞ്ഞതാണ്. ഞാൻ വിവരിച്ചതിനേക്കാളും വളരെ സങ്കീർണമായ വസ്തുതകളാണ് വർത്തമാനകാലത്തുള്ളത്. ഇത് മനസ്സിലാക്കാനുള്ള ഏതൊരു ശ്രമവും കൂടുതൽ സങ്കീർണവും എന്നാൽ ആഴത്തിൽ വേരുകളുള്ളതുമായ യഹൂദ ജനതയുടെ വാസസ്ഥലമായ ഫലഭൂഷ്ടമായിട്ടുള്ളതും പോരാടപ്പെട്ടതുമായ വിലയേറിയ ഭൂമി, ആ വിലയേറിയ ഭൂമി അത് ഇസ്രായേലിൻ്റെ അവകാശത്തിൽപ്പെട്ടാണെന്ന് അവർ വാദിക്കുന്നു. ചരിത്രവുമായി ഇടപഴകപ്പെട്ടതുമായിട്ടുള്ള ആ ഭൂമി, അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് അവിടെ യുദ്ധങ്ങൾ നടക്കുന്നത്. അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയാണ് സമാധാനപ്രഭുവായ യേശു ക്രിസ്തു കൊണ്ടുവന്നതും പഠിപ്പിച്ചതും മായ സമാധാനം കൈവരിച്ചുകൊണ്ട് അവരൊരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അവിടുന്ന് ആരെയും കുടിയിറക്കുവാനോ അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാക്കി കൊല്ലുവാനോ അല്ല നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടത്. മറിച്ച് ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഖാക്കളെ, നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. എന്താണെന്നറിയണ്ടേ? ഹമാസിനോട് തോക്ക് താഴെ ഇടാൻ പറയുക. കത്തി താഴെ ഇടാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, അവർ കത്തി താഴെ ഇട്ടാൽ ഇസ്രായേൽ ആരെയും കയറി ആക്രമിക്കുകയില്ല. ഇസ്രായേൽ അങ്ങോട്ട് പോയി ആരെ അടിക്കുകയില്ല. അവരുടെ 1500ഓളം അംഗങ്ങളെ, പൗരന്മാരെ, കുഞ്ഞുങ്ങളെ അടക്കം ബന്ദികളാക്കി കൊണ്ടുപോവുകയും കൊലപാതകം നടത്തുകയും ചെയ്തിട്ട് അവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് വിട്ടുകൊടുക്കാതെ ഇപ്പോഴും കടന്ന് ഇരവാദം മോങ്ങുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സഖാക്കളെ, ലാൽ സലാം.